പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക.
ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. എന്നിപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് 6:45 വചനങ്ങൾ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴും കർത്താവ് നമ്മൾ ഇന്നലെ കണ്ട ഭാഗങ്ങളുടെ ബാക്കിയാണ്. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം എനിക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. കണ്ടാ, ഇതൊരു ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. അത് ഞാൻ ഓരോ രാജ്യങ്ങളൊക്കെ പോയി ഈ സുവിശേഷം വരെ ചെയ്യത്തില്ലേ. അപ്പം നമ്മളെ സ്ഥിരം സഹായിക്കണ കുറേ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവുകയും. അപ്പം അവരൊക്കെ വിമാനത്താവളത്തിൽ പിരിയണ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവർക്കിങ്ങനെ അവസാനം വരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുക, നമ്മൾ പോയി മറയണ വരെ. അപ്പം കർത്താവ് ഇവരെ ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞില്ലേ. അപ്പം യാത്ര പറയുന്ന ഒരു മാനുഷികതയാണത്. ശരിക്കും യാത്ര പറഞ്ഞതിന് ശേഷം എന്താ പറയണത്? അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന്. ഓ, ഇതാണ് രസം. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. നമുക്ക് നമ്മുടെ വള്ളത്തിനെതിരെ വരുന്ന കാറ്റ് പ്രതികൂലമാണെന്നും നമ്മൾ വഞ്ചി തുഴഞ്ഞ് തളരുന്നെന്നും അവരും മനസ്സിലാകുന്നുണ്ട്. രാത്രിയുടെ 4-ാം യാമത്തിൽ മനസ്സിലാകുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ പറയത്തില്ലേ, ഓ നമ്മളെന്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഓ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാലും. ഇങ്ങനെ കുറേ പിശാചുക്കളുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലോ. അത് പ്രാർത്ഥിക്കാതിരിക്കുക. അവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ല, വരമില്ല. പ്രാർത്ഥിക്കാൻ ആവശ്യം വിശ്വാസമില്ല. പ്രാർത്ഥിച്ച് പലപ്പോഴും പണിമേടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കാര്യം? വെടിപ്പിന്മേനല്ലാത്ത ജീവിതം കാരണം പ്രാർത്ഥിച്ച് പണിമേടിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മുട്ടാപ്പൊക്കെ പറയണത്. എന്താണ് പറയണത്? ഓ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലോ. അങ്ങനെയല്ല, ദൈവത്തിന് അറിയാമെങ്കിൽ ഇതുപോലെ ഇരിക്കും. എന്താണ്? അവർ വഞ്ചി കാറ്റ് പ്രതികൂലമാണെന്ന് അവനെ അറിയാം. അവർ വഞ്ചി തുഴഞ്ഞ് തളർന്നെന്ന് അവനെ അറിയാം. അറിഞ്ഞിട്ട് എന്താ കാര്യം? അറിയണകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെന്താണ് ഇവരുടെ റെസ്പോൺസ് ഇല്ലാത്തുള്ള കാലം നമ്മുടെ അറിവുകൾക്ക് വലിയ കർത്താവിൻ്റെ അറിവിന് വലിയ പ്രാധാന്യമില്ല. ഇവിടെ എന്താണ് അതായത് അവൻ കടലിൻ്റെ മീതെ അവനെന്ത് മെഷർമെൻറ്റും എടുക്കുകയെ. അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാമെന്ന ആളാണ്. അപ്പം അവൻ എന്ത് അറ്റകൈ എടുക്കും? അവൻ അറ്റകൈ എടുക്കുകയാണ്. കടലിന് മീതെ നടന്നു വന്നാണെങ്കിലും രക്ഷിക്കാൻ അവൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം അതിന്. അതാ നിർബന്ധം. എന്താ? അവൻ കടലിന് മീതെ നടന്നു വന്നെങ്കിലും അവനെന്താ ചെയ്യണത്? നേരെ വന്ന് വള്ളത്തേക്കറിയിലേക്കാണത്. അവരെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ ഭാവിച്ചെന്ന്. അതാണ് ഏറ്റവും വലിയ രസം. ദൈവം ഇങ്ങനെ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കും. എന്തിനാണ്? അത് പറ്റിപ്പല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കും വിചാരിച്ച് അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. അപ്പൊ ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഇവർക്ക് അവര് വഞ്ചി തുഴഞ്ഞ് തളരുകയാണ്. അതിനിടയ്ക്ക് എന്താണ് കടലിൽ മീതെ കൂടി ഒരു ഭൂതം കൂടി പോവുകയാണ്. അപ്പോൾ ഇരട്ടി പ്രശ്നമായി. അവർക്ക് റെസ്പോൺസ്, ഒരു വികാര വിക്ഷോഭമായ റെസ്പോൺസ് ഉണ്ടായി. എന്താണ്? അവർ നിലവിളിച്ചു വന്ന്. അപ്പോൾ ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാവും. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മോശമായിട്ട് വരും. അപ്പം നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിക്കണം. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഭാഗത്ത് നിന്ന് വിശ്വാസപരമായ റെസ്പോൺസാണ് വിഷയം.
അവർ നിലവിളിച്ചു. എന്തിനാണെന്നറിയാവോ? അവരുടെ ഇങ്ങനെ നിലവിളിക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഒരു പെഡഗോജി ഉണ്ട്. എന്താണ്? ഒരു ടീച്ചിങ് മെത്തേഡ് ഉണ്ട്. എന്താ പറയണത്? അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു. അതാ വിഷയം. അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് എന്താണ്? കാറ്റ് ശമിക്കണം. കർത്താവ്, അതായത് കാറ്റ് ശമിപ്പിക്കുക അല്ല പ്രശ്നം, അവന് വഞ്ചിയിൽ കയറുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് കാറ്റ് ശമിക്കണത്. അല്ല കാറ്റ് ശമിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കിടന്ന് കാറിട്ട് കാര്യമില്ല. കടം മാറണേ, രോഗം മാറുമെന്ന് കിടന്ന് കാറിട്ട് കാര്യമില്ല. അവന് വഞ്ചി കയറ്റണതാണ് അതിൻ്റെ തന്ത്രമെന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഒരു സ്ഥാനം ഉറപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ കാറ്റാണേ മുങ്ങുകയോ എന്ന് പറഞ്ഞ് കാറുകയോ, രോഗമാണേ കടവാണെന്ന് പറഞ്ഞ് പിടക്കുകയോ കാര്യമില്ല. ജീവിതത്തിൽ യേശുവിനെ നിൻ്റെ കുടുംബത്തോണി കയറ്റാൻ വേണ്ടി നോക്കുക. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ആതിര ബിജു, ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്ത വർഷം കഴിഞ്ഞ വർഷമാണ്, ഏപ്രിൽ 25. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ്. സൗദി പോമെട്രിക് എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ അമ്മേനെ പറ്റി അറിയുന്നത് എൻ്റെ മാം വഴിയാണ്. ഈ അവസരത്തിൽ എൻ്റെ മാമിനെ ഞാൻ ഓർക്കുന്നു. ലിജി മാം എന്നാണ് പേര്. മാമാണ് ഇങ്ങനൊരു മാതാവിനെ പറ്റിയും ഇങ്ങനൊരു പള്ളിയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഇവിടെ ഞാൻ വരുന്നു. വീട്ടിൽ ആരും അറിയാതെയാണ് വരുന്നത്. അച്ഛനും അനിയനും ആരും അറിഞ്ഞില്ല. എൻ്റെ അമ്മയും ഞാനുമാണ് ഇവിടെ ആദ്യം വരുന്നത്. കാരണം അച്ഛൻ ഇതിൽ അത്ര വിശ്വാസമുള്ള ആളൊന്നുമല്ല. ഞാനൊരു ഹിന്ദുവാണ്. ഇവിടെ വന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു. കണ്ടപ്പോൾ തന്നെ പേടിയായിപ്പോയി, ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഞാനൊരു നേഴ്സാണ്. അപ്പം ഒഴുക്കിനനുസരിച്ച് പോകുന്നൊരു സ്വഭാവം എൻ്റെ. അങ്ങനെ ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കുക അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അങ്ങനെ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി. ഉടമ്പടിയിൽ പകുതി കാര്യങ്ങളൊന്നും ഞാൻ കറക്റ്റായിട്ടൊന്നും ചെയ്തില്ല. പ്രാർത്ഥനയുണ്ട്, മാതാവിനെ വിശ്വാസമാണ്, ചെറുതിലോട്ട് മാതാവിനെ വിശ്വാസമാണ്. ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ഫ്രണ്ട്സും ക്രിസ്ത്യൻസും കുറേ പേര് ക്രിസ്ത്യൻസാണ്. അപ്പം എത്രയും ദൈവമുള്ള മാതാവ് എല്ലാം എനിക്ക് കാണാപ്പാടെ അറിയാം. അല്ലാതെ ജപമാല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രാർത്ഥനയൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഉടമ്പടി എടുത്തു, പകുതി കാര്യങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. ഒന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല എടുത്തത്. അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. ജൂലൈ ആ സമയത്ത് എക്സാമിന് ഡേറ്റ് എടുത്തത്. എക്സാം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞാണ് റിസൾട്ട് വരുന്നത്. സൗദി പോമെട്രിക്കിന് 1 മാസം കഴിഞ്ഞാണ് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. റിസൾട്ട് വന്നു, 8 നില പൊട്ടി. 45 മാർക്കിന് ഡിഫറൻസിൽ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പഠിക്കേണ്ടതാണെങ്കിലും അങ്ങനെ വൃത്തിയായിട്ടൊന്നും പഠിച്ചില്ല. ഒഴുക്കിനനുസരിച്ച് പോകുന്ന സ്വഭാവമായതുകൊണ്ട് അത്ര എങ്ങനെയായി. അത് കഴിഞ്ഞപ്പം വീട്ടിലിങ്ങനെ പറഞ്ഞു ഞാൻ തോറ്റു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം അമ്മയും പറഞ്ഞു ഇനി എഴുതണോ, കാരണം ഒരു എക്സാമിന് 25,000 രൂപയാണ്. കാരണം സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലുള്ള എനിക്ക് 25,000 എന്ന് പറഞ്ഞാൽ വലിയൊരു തുക തന്നെയാണ്. കാരണം എൻ്റെ ഡേറ്റ ഫ്ലോ അങ്ങനത്തെ പ്രോസസ്സിങ്ങിനൊക്കെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം അതിനായിട്ട് ചിലവഴിച്ചു. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, താഴെ ഒരു അനിയനുണ്ട്, അവൻ്റെ പഠിത്തം നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൂടെ എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ എഴുതാൻ തുനിഞ്ഞിറങ്ങി. ഹാർഡ് വർക്ക് ചെയ്തു, പഠിച്ചു, രാവും പകലും ഇല്ലാതെ പഠിച്ചു. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ പ്രാർത്ഥനയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. മാതാവിനോട് ഒരുപാട് അടുക്കാൻ ശ്രമിച്ചു. അടുത്തു എന്ന് തന്നെ പറയാം. പിന്നെ എക്സാം എഴുതി. അതിന് 6 മാർക്കിൻ്റെ ഡിഫറൻസിൽ ഞാൻ പിന്നെയും പൊട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാരണം ഒന്നാമത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ അത്ര നന്നായിട്ടൊന്നും പഠിച്ചില്ല. ഒഴുക്കിനനുസരിച്ച് ആ ഒരു രീതിയിൽ അങ്ങ് പോയി എൻ്റെ രീതിയിൽ പഠിച്ചു. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോയിരുന്ന് പഠിച്ചു, എഴുതി. അതിന് 6 മാർക്കിൻ്റെ ഡിഫറൻസിൽ പോയി എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായി. ആദ്യത്തെ എക്സാം ബാംഗ്ലൂർ വെച്ചായിരുന്നു, രണ്ടാമത്തെ എക്സാം ചെന്നൈയിൽ വെച്ചായി. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞു ഇനി നീ എഴുതണ്ട, ഇനി എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം നീ പറയേണ്ട കാര്യം, നീ ചെയ്യേണ്ട കാര്യങ്ങളും നീ പ്രവർത്തിക്കുന്നതേ ഇല്ല. നീ പറയുന്നത് വരെ പ്രവർത്തിക്കുന്നത് വരെ വീട്ടിൽ വഴക്ക്, അടി,
ചീത്ത, അങ്ങനെ കുറേ കാര്യങ്ങളായി. എന്താ പറയുക, വീട്ടുകാരോട് മിണ്ടാതായി, ഫ്രണ്ട്സിനോട് മിണ്ടാറായി. ഒരു ഫുൾ സ്റ്റോപ്പ് വന്ന പോലെ തോന്നി. അത് കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും കൂടെ എഴുതാൻ പറഞ്ഞു, 3ാമത്തെ പ്രാവശ്യം. ഈ എക്സാമിന് 3 തവണയേ ചാൻസ് ഉള്ളൂ, ഇത് ലാസ്റ്റ് ചാൻസാണ്. 6 മാർക്കല്ലേ പോയുള്ളൂ, ഇനി നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഞാൻ പിന്നെയും പറഞ്ഞു എനിക്ക് എഴുതണ്ട, കാരണം എൻ്റെ അമ്മ തന്നെയാണ് ഈ പൈസ ഫുള്ളുണ്ടാക്കേണ്ടത്. ഒരു എക്സാമിന് 25,000 അല്ലെങ്കിൽ 26,000 എന്ന് പറയുന്നത് നമുക്ക് വലിയ തുകയാണ്. ആ 26,000 എൻ്റെ അമ്മ എങ്ങനെ നോക്കിയാലും ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു കടയിൽ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ അമ്മയ്ക്ക് 26,000 എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അതെനിക്കും ഉള്ള സ്വർണ്ണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചിട്ടാണ് ഈ കഴിഞ്ഞ 2 എക്സാം എഴുതുന്നത്. ഇനി നീ എഴുതണ്ടെന്ന് പറഞ്ഞു. അമ്മ ഇരുന്നു പൊട്ടിക്കരഞ്ഞു. എക്സാമിൻ്റെ റിസൾട്ട് വന്ന് തന്ന 6 മാർക്ക് പോയ ദിവസം. അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു, നീ ഒന്നും കൂടെ എഴുതി, നമുക്ക് അത്ഭുതങ്ങളിൽ നിനക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ മനസ്സില്ലാതെ മനസ്സോടെയാണെങ്കിലും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും മാതാവിനെ എനിക്ക് തള്ളി പറയാനോ അല്ലെങ്കിൽ അവിടെ മാതാവിനെ വിശ്വാസമില്ല അങ്ങനെ ഒരു ഇതെനിക്ക് ഉണ്ടാവുന്നില്ല. അങ്ങനെ അടുത്തത് ഞാൻ മനസ്സിന് പ്രിപ്പയർ ആക്കി 3ാമത്തെ എക്സാമും എഴുതാനുള്ള തയ്യാറെടുപ്പെടുത്തും. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു അമ്മ പറഞ്ഞു, ആ 6 മാർക്ക് എവിടെ പോയെന്ന് നിനക്ക് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ഇരുന്ന് നിൽക്കും, ഈ 6 മാർക്ക് എവിടെ പോയത്, നീ ഉടമ്പടിയിൽ വെച്ച് 6 കാര്യങ്ങൾ എന്തെങ്കിലും നീ പാലിച്ചായിരുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പാലിച്ചില്ലല്ലേ. നീ പാലിച്ചില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് ഇങ്ങനെ വന്ന, മാതാവ് തന്നെ ശിക്ഷയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ 6 മാർക്ക് എവിടെയാണ് പോയെന്ന്. അവിടെ ഇരുന്ന് ആ ചേച്ചി ഇപ്പം അവിടെ ഇരുന്ന് ആ കസേര ഇരിപ്പില്ല, അവിടെ ഇരുന്ന് ഞാൻ പൊട്ടിയിരുന്ന് കരഞ്ഞു. എൻ്റെ മാതാവേ, ഞാൻ ക്ഷമ ചോദിക്കുന്നു നിൻ്റെ അടുത്ത്. കാരണം കരയുമ്പോൾ അല്ല എനിക്ക് എൻ്റെ അമ്മയുടെ മുഖം മനസ്സിലേക്ക് വരുന്നത്. കാരണം അമ്മയുടെ മനസ്സാണ് ഫുള്ള്. കാരണം എൻ്റെ ഒപ്പമുള്ള പിള്ളേരെല്ലാം കയറിപ്പോകുന്നു, അല്ലെങ്കിൽ OET IELTS എല്ലാം പഠിച്ച് എല്ലാവരും പുറത്തേക്ക് പോവാം. ഞാൻ മാത്രം ഇങ്ങനെ 1 വർഷമായി, 1 ഇയർ ഗ്യാപ്പായി എൻ്റെ ജോലിയിൽ. ഇവിടെയാണെങ്കിലും ജോലിക്ക് നോക്കിയിട്ട് അതും ശ്രമിക്കുന്നില്ല, അതും പറ്റുന്നില്ലാത്തൊരവസ്ഥ. അത് കഴിഞ്ഞ് അടുത്ത എക്സാമിന് ഡേറ്റ് എടുത്ത് ഹൈദരാബാദിലാണ്. അതിനും ഉണ്ട്, പോയി വരുന്നതിനും ഡേറ്റിനും എല്ലാം പ്രശ്നമാണ്. നമുക്ക് ഫുഡ്, താമസിക്കാനുള്ള സൗകര്യം, അറിയാൻ മേലാത്തൊരു സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പുതുക്കി കഴിഞ്ഞ് ആദ്യത്തെയും 2ാമത്തേലും ഒന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനമൊന്നും ചെയ്യുന്നില്ലായിരുന്നു. 3ാമത്തെ എക്സാമിൻ്റെ ആ സമയമായപ്പോഴത്തേന് പുതുക്കി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഞാൻ ആ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ പത്രം ഫുള്ള് ഞാൻ കൊടുത്തു തീർക്കാൻ പോയുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേന് ആ ചേട്ടനെ പൂര ചീത്ത. ഇതങ്ങനെയാണോ ഇങ്ങനെയാണോ, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. സാധാരണ എന്നോട് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വർത്തമാനം പറയുമ്പോഴത്തേന് ഞാൻ എടുത്തെറിച്ച് വർത്തമാനം പറഞ്ഞ, കാരണം എനിക്കിഷ്ടപ്പെടത്തില്ല. കാരണം എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ആരെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഞാൻ എടുത്തെറിച്ച് പോലെ വർത്തമാനവും പറയും. പക്ഷേ ആ സമയത്ത് ആ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പം എൻ്റെ കഴുത്തിൽ ആ കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാനൊരു ഷർട്ട് കയറ്റി കാശ് രൂപം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞ പോലെ, ആദ്യം നീ ഒന്നും മിണ്ടണ്ട, നീ ആ ചേട്ടന് വേണമെങ്കിൽ അത് മേടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നീ ഒന്നും മിണ്ടാൻ പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്നു. അച്ഛനും ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാരണം ഇത്രയൊക്കെ ഞാൻ അറിയാൻ മേലാത്ത ചേട്ടൻ, കാരണം എൻ്റെ വീടിൻ്റെ ഒരു 5-6 കിലോമീറ്റർ അകലെ പോയി ഞാൻ ആ പത്രം എല്ലാം കൊടുത്തത്. അപ്പോൾ എനിക്കറിയാം, ഇതുവരെ ജീവിതത്തിൽ ലൈഫിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഞാൻ കരയൊക്കെ ചെയ്തു, മാതാവിന് മുമ്പിൽ നിന്ന് കരയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് എക്സാമിന് ഡേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. അപ്പം ഞാനിവിടെ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് അച്ഛനോട് ചോദിച്ചിട്ട് ഡേറ്റ് എടുക്കൂ എന്നുള്ളത്. അപ്പം ഞാനിവിടെ വന്നപ്പം ഒരു ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത്, നീ മാതാവിനെ മനസ്സ് വിചാരിച്ച് കണ്ണടച്ചൊരു ഡേറ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആ ചേച്ചി പറഞ്ഞു, ഡിസംബർ 7, 8, 9 എന്ന് പറഞ്ഞ തീയതികളുടെ ഡേറ്റ് ഉണ്ട്, നിനക്ക് ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും ആലോചിക്കുക ഡിസംബർ 7 ഡേറ്റ് എടുക്കാൻ പറഞ്ഞു ഹൈദരാബാദിൽ. ഡിസംബർ 7 ഡേറ്റ് എടുത്തു ഹൈദരാബാദിൽ. അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങി, പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. അടുത്തുള്ള ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു, അവിടെ പോയി അവർക്ക് സർവീസ് ചെയ്യാൻ തുടങ്ങി.
അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് മനസ്സൊന്ന് ക്ലിയറായി. അപ്പോഴും ഞാൻ വീടിന് പുറത്തിറങ്ങുമോ, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം വീടിന് പുറത്തിറങ്ങുമോ അല്ലെങ്കിൽ ആൾക്കാരോടൊന്നും സംസാരിക്കാനോ ഞാൻ തയ്യാറാകുന്നില്ല. തൊട്ടപ്പുറം എൻ്റെ അമ്മയുടെ ആങ്ങളുടെ കുടുംബം താമസിക്കുന്ന അവരോട് പോലും ഒന്നും മിണ്ടുന്നില്ല. കാരണം ഡിപ്രഷനാണ്, ഉറക്കം വരുന്നില്ല. രാത്രി ഫുള്ള് ഇരുന്ന് പ്രാർത്ഥിക്കും, എന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. ഫുള്ള് എൻ്റെ ഒപ്പമുള്ള എല്ലാവരും കയറി പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. അപ്പം അമ്മയൊക്കെ നിനക്ക് മാത്രം എന്താ ഇങ്ങനെ പറ്റുന്നത്? വീട്ടിൽ അപ്പനാണെങ്കിലും വഴക്ക്, അനിയനാണെങ്കിലും വഴക്ക്. അപ്പം ഓരോ എക്സാമിനും എൻ്റെ കൂടെ വരുന്ന എൻ്റെ ആങ്ങളെയാണ്. കാരണം അവൻ പഠിച്ചുകൊണ്ടിരിക്കുക മംഗലാപുരത്ത്, അവനും റേഡിയോളജി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവനും അവൻ്റെ ക്ലാസ് കട്ട് ചെയ്തവനാണ്. അവന് ഓരോ പ്രാവശ്യം പോകുമ്പോഴും അവന് ഓരോ ട്രിപ്പ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 5 ഞാൻ അത് കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ കാശ് രൂപമൊക്കെ തന്ന് ബ്ലെസ്സിങ് ഒക്കെ ചെയ്തു. ഞാനത് കഴിഞ്ഞ് ഡിസംബർ 5 ഇവിടെ വരുന്നു. 7-ാം തീയതി എക്സാമാണ്. ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് പോണേ, അമ്മ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്നും അറിയില്ല, ഞാൻ പഠിക്കേണ്ട പോലെ പഠിച്ചിട്ടുണ്ട്, ഇനി അമ്മ എൻ്റെ കൂടെ വരണം, അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, ഇനി എനിക്കൊരു ചാൻസ് ഇല്ല. കാരണം ഇതെൻ്റെ കച്ചി തുരുമ്പ. കാരണം എനിക്ക് വേറെ വഴിയില്ല. അല്ലെങ്കിൽ ഞാൻ ഒന്നേന്ന് തൊട്ട് പിന്നെയും തുടങ്ങണം, ജോലി എന്നുള്ള കാര്യത്തിൽ ഒന്നേന്ന് തൊട്ട് എല്ലാം തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ട്രാവലിംഗ് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയില്ല, ജനറലിൽ കയറിപ്പോയി, നിന്ന് പോകേണ്ട അവസ്ഥ, അങ്ങനെ പല കാര്യങ്ങളും വന്നു. അവസാനം ഡിസംബർ 7 രാവിലെ ഹൈദരാബാദ് എത്തി. ട്രെയിനിലും കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം മാതാവിൻ്റെ ഒരു ബലം കൊണ്ട് തരണം ചെയ്തു. ഞാനും അമ്മ അനിയനും പോകുന്നു. ഫുഡിനാണെങ്കിലും പൈസ വേണം. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ പറയാം ഇത്ര രൂപ വേണമെന്നുള്ളത്. പക്ഷേ നമുക്ക് തുച്ഛമായ രൂപയും കൊണ്ടാണ് ഞങ്ങൾ 3 പേരും പോകുന്നത്. ആരോടും ചോദിക്കാനില്ല, പറയാനില്ല. അമ്മയുടെ കഴുത്തിൽ കിടന്ന മാലയും കയ്യിലുള്ള എല്ലാം കൊണ്ട് ഫിനാൻസിൽ വെച്ച് അത് വിറ്റിട്ടാണ് പോകുന്നത്. അതിലെ സങ്കടം. പിന്നെയും തോറ്റുപോയാൽ തീർന്നു എന്നുള്ള അവസ്ഥ. ഡിസംബർ 7 ഹൈദരാബാദ് ഞാൻ എത്തി. ഒരു 9th ഫ്ലോറിലായിരുന്നു എക്സാം. അമ്മേനെ അനിയനെയും പുറത്തിരുത്തി. അത് കഴിഞ്ഞ് എക്സാമിന് ഞാൻ കയറി. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അമ്മയുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇവിടെ വരുമ്പം അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കൊച്ച് തന്ന പോലെ എക്സാം എഴുതി അമ്മ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് എനിക്ക് ആരും എന്നെ ശല്യപ്പെടാത്ത രീതിയിൽ എനിക്കൊരു സ്ഥലം അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുക്കി തന്നെ വന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ എക്സാം കഴിഞ്ഞ് വരുന്നവരെ അമ്മ അവിടെ സുഖമായിട്ടിരുന്ന് ജപമാലയും ചൊല്ലി എല്ലാ പ്രാർത്ഥനയും ചൊല്ലി അവിടെ ഇരുന്നു. ഞാൻ എക്സാമിന് കയറി. അവർ ടോപ്പ് ടു ബോട്ടം നമ്മുടെ ചെക്ക് ചെയ്യും. ജീൻസ് ആണെങ്കിൽ പോക്കറ്റും എല്ലാം ചെക്ക് ചെയ്യും. കഴുത്തിൽ ഇവിടെ ഉടമ്പടി എടുത്ത കാശ് രൂപവും എനിക്ക് അച്ഛൻ തന്ന കാശ് രൂപ 2 ഞാൻ ഒന്നിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി കുറച്ച് വലിയ ചരടയില ഇട്ടത്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു അവരതെടുത്ത് മാറ്റാൻ പറഞ്ഞത്. ദൈവാധീനം കൊണ്ട് അതൊന്നും നടന്നില്ല. അപ്പം ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ആരും ചവിട്ടാത്തടുത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എന്ന് വെച്ചാൽ നമുക്കൊരു കബോർഡ് തരും അവർ, നമ്മുടെ തിങ്സ് എല്ലാം വെക്കാനായിട്ട്. നമ്മുടെ പാസ്പോർട്ട് മാത്രം അതിൻ്റെ അകത്തേക്ക് കയറ്റത്തുള്ളൂ. അപ്പോൾ പാസ്പോർട്ട് എടുത്തിട്ട് ഞാൻ നമ്മുടെ തിങ്സ് എല്ലാം വെച്ചിട്ട് ആ കബോർഡിൻ്റെ അകത്ത് ഞാൻ ഉപ്പിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ നേരെ ഹാളിലേക്ക് കയറി. അപ്പോൾ എൻ്റെ കൂടെ എക്സാം വന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഞാൻ തൈലം എടുത്ത് കൊടുത്തു. ചേച്ചിയും നെറ്റി കുരിശ് വരച്ചിട്ടൊക്കെ കയറിയത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് പരിചയപ്പെട്ടൊരു ചേച്ചിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് കയറി. അവർ ടോപ്പ് ടു ബോട്ടം ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ സിസ്റ്റം നമ്പർ 7th, ഡിസംബർ 7th സിസ്റ്റം. അപ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസമായി. കാരണം ഡിസംബർ 7 ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. 7th നമ്പർ. അങ്ങനെ എനിക്ക് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമായി. എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പഠിച്ചതിൽ 3-4 ക്വസ്റ്റ്യൻസ് മാത്രമാണ് വന്നത്. എല്ലാവരുടെയും വിചാരം സൗദി പോമെട്രിക് അല്ലെങ്കിൽ MOH DH എല്ലാം ഭയങ്കര ഈസിയാണെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള വീട്ടുകാർ പറഞ്ഞു അത് ഭയങ്കര ഈസി അല്ലേ, നിനക്ക് പഠിച്ച് എഴുതാനുള്ള കാര്യമുള്ളെന്ന് പറയുന്നു. പക്ഷേ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങിയാലേ നമുക്കത് മനസ്സിലായത് എത്രമാത്രം ടഫാണ്. OET IELTS പോലെ എല്ലാം പോലെ അത് ഭയങ്കര ടഫുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ എക്സാമിന് കൾച്ചറൊക്കെ എടുത്ത് നോക്കി ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 3-4 ക്വസ്റ്റ്യൻസാണ് ഞാൻ പഠിച്ചതെന്ന് വന്നത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കറിയത്തില്ല എന്താ ചെയ്യാൻ പോകുന്നതെന്നും മാതാവ് എൻ്റെ കൂടെ വേണം. ഞാൻ എക്സാം എഴുതുന്ന ടൈമിൽ എൻ്റെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. എക്സാം കഴിയാൻ 4 മണിക്കൂറാണ് എക്സാം. പാർട്ട് A പാർട്ട് B ആണ്. ഒരു പാർട്ടിൽ 110 ക്വസ്റ്റ്യൻസാണ്.
അങ്ങനെ പാർട്ട് എയും ബിയും ഹാഫ് ആൻ അവർ, എക്സാം കഴിഞ്ഞ് ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു. ഞാൻ എഴുതി തീർന്നു. ഞാൻ ഇറങ്ങി അമ്മയുടെ അനിയൻ്റെ അടുത്ത് വന്നു. അമ്മ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് നീ എഴുതി കഴിഞ്ഞു, ഇനി ഹാഫ് ആൻ അവർ ഉണ്ടല്ലോ. ഞാൻ എഴുതി കഴിഞ്ഞു, ഇനി മാതാവ് നോക്കിക്കോളൂ അമ്മയെന്ന് പറഞ്ഞു. എക്സാമിന് പിന്നെ 1 മന്ത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത്. ഞാൻ വെയിറ്റിംഗ് ആണ്. എൻ്റെ മനസ്സിൽ കൂടെ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഇനിയും തോറ്റുപോയി ഞാൻ എന്ത് ചെയ്യും? പൈസ ഇല്ല, നമ്മൾ ആരെ സഹായിക്കാനില്ല. മാതാവിനോട്, അച്ഛനും അമ്മയും പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ മാതാവിനോട് എൻ്റെ കഷ്ടങ്ങളെല്ലാം പറഞ്ഞിരിക്കുക. മാതാവേ പൈസ ഇല്ല, ഇനി എന്ത് ചെയ്യും? കാരണം ഞാൻ ഇത്ര പ്രാർത്ഥിച്ചില്ല. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി യേശുനാമത്തിൽ എന്നെ ഉയർത്തും. എന്നെ ഉയർത്തുന്നതിലൂടെ എൻ്റെ വീട്ടുകാരും എൻ്റെ വീട് ഉയരും. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാനൊന്ന് പുറത്ത് പോയിട്ട് വേണം എൻ്റെ ഇപ്പോഴും എൻ്റെ വീട് നനയും. ഒരു മഴ വന്നാൽ എൻ്റെ വീട് നനയും, എല്ലാ മുറിയും നനയും. അപ്പോൾ അതൊന്ന് എൻ്റെ വീടൊന്ന് ശരിയാക്കി കൊടുക്കാനുള്ള അത്രയും എനിക്ക് തന്നാൽ മതി അമ്മയെന്ന് ഞാൻ പറഞ്ഞു. വലിയ കാര്യത്തിനൊന്നും എനിക്ക് വേണ്ട, വലിയതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉറക്കമില്ല, ഡിപ്രഷനായി. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമെല്ലാം ഭയങ്കര ആക്റ്റീവായിരുന്ന ആൾ ഒരു ദിവസം കൊണ്ട് എല്ലാം കളയുന്നു. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, അവളിവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നു. എൻ്റെ അമ്മ ഒരു കടയിലാണ് വർക്ക് ചെയ്യുന്നത്, കരിങ്ങത്തൊരു കടയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മയോട് ചോദിക്കണം, അവളിവിടെ ഉണ്ടോ, ആതിര ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവളിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു, അവളെ കാണുന്നില്ലല്ലോ. അങ്ങനെയല്ല, എപ്പോഴും ആക്റ്റീവായിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ അവസ്ഥ എന്താ? ഡിപ്രഷൻ തന്നെ. ആ ഡിപ്രഷനിലാണ് എല്ലാം തീർന്നത്. അത് കഴിഞ്ഞിട്ടും എന്താ പറയുക, ഈ ജനുവരി 5 എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഇത്രയും ചോദിച്ചുള്ളൂ, മാതാവ് എനിക്ക് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, 500 മാർക്ക് തന്നെ എന്നെ ജയിപ്പിച്ചാൽ മതി. കാരണം 500 മാർക്ക് വേണം സൗദി പോകണമെങ്കിൽ ജയിക്കാനായിട്ട്. ആ 500 മാർക്ക് തന്നെ അമ്മ എന്നെ ജയിപ്പിച്ചു. ഞാൻ ഹാപ്പി ഇപ്പം, കാരണം ഒരുപാട് ഹാപ്പിയാണ്. ഒത്തിരി ഒന്നും ചോദിച്ചില്ല, എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണ്ട അങ്ങനെയൊന്നുമില്ല. 500 മാർക്ക് തന്ന അമ്മ എന്നെ ജയിപ്പിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അമ്മ എന്നെ ജയിപ്പിച്ചു. ഒരുപാട് ഹാപ്പിയാണ്. അമ്മയുടെയും എൻ്റെയും വീട്ടുകാരുടെ എല്ലാം പ്രാർത്ഥന കേട്ടു. പിന്നെ എൻ്റെ അപ്പന് ഇതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നത് കള്ളം പറഞ്ഞാൽ വന്നത്, ഞാനും എൻ്റെ അമ്മയും കൂടെ. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വരുന്നു എന്നും പറഞ്ഞാൽ ഞാനിവിടെ വന്നത് അമ്മേനെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് കുറേ സാക്ഷ്യങ്ങൾ ഞാൻ ഉടമ്പടി എടുത്തു എന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യങ്ങൾ കണ്ട് ഞങ്ങൾ ഒച്ച വെക്കും. ഞാനും അമ്മയും കൂടെ ഒച്ച വെക്കും സാക്ഷ്യങ്ങൾ. അമ്മയാണെങ്കിൽ ഏത് നേരം സാക്ഷ്യം ഒച്ച വെച്ച് കേൾക്കും. ഇങ്ങനെ എക്സാമിൻ്റെ ആണെങ്കിലും കുറേ ചേച്ചിമാരുടെയൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കും. എനിക്കിങ്ങനെ അനുഭവങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള. അപ്പം ഞാനും ഇങ്ങനെ കേൾക്കും. ഞാനും അമ്മയും കൂടെ ഒന്നിച്ചിരുന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അപ്പനും വന്നിരിക്കും, കാരണം അനിയനില്ല, അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അപ്പനും വന്നിരിക്കും. അപ്പം അപ്പൻ അതിലൂടെ ഭയങ്കര വിശ്വാസമായി. ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അപ്പനും കൂടെയാണ് പത്രം കൊടുക്കാൻ പോയെന്നുള്ളതാണ്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഇതിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു. അപ്പം പറയുന്ന ഒരു ദൈവമാണ്, മനുഷ്യന്മാരാണ് ഇതിനെല്ലാം വിവേചിച്ചത്. അപ്പം ഞങ്ങൾ പറയും ഇതെല്ലാം നമ്മുടെ വിശ്വാസമല്ലേ, അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അമ്മ പറയും നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നുള്ള രീതിയിൽ അമ്മ പറയും. അങ്ങനെ എൻ്റെ അപ്പന് കുറച്ചെന്നല്ല നല്ലപോലെ വിശ്വാസമായി. അതുപോലെ അച്ഛൻ ഓക്സിജൻ ലെവൽ താന്നു, 85-75 ആയി. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായി. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഓട്സിൽ ഞാൻ ഉപ്പിട്ട് ഞാൻ കൊടുത്തു. പെട്ടെന്ന് തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 245 എന്നുള്ള റീഡിങ്ങിൽ വന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. അതിൽ എൻ്റെ അപ്പൻ വിശ്വാസത്തിനായി. അതുപോലെ തന്നെ എനിക്ക് 2 ഇയേഴ്സായിട്ട് ഭയങ്കര ബാക്ക് പെയിനാണ്. കുനിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡാൻസൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര പ്രശ്നമായിരുന്നു. നമുക്ക് കുനിയാനോ അല്ലെങ്കിൽ നമുക്കൊരു കുടം വെള്ളം പോലും എടുക്കാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ബാക്കിന് അപ്ലൈ ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കുനിയാനും എല്ലാം പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ചെയ്തു. വിശ്വാസപ്രമാണം എല്ലാം ചൊല്ലി എൻ്റെ രോഗം പൂർണ്ണമായിട്ടും ഭേദമാക്കി. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഓടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മയുടെ കാലിൻ്റെ നെയില് വിട്ടുപോരാം, പക്ഷെ അത് വിടുത്ത് പോരുന്നേയില്ല. അമ്മയ്ക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. അപ്പം ഞാൻ പറിച്ചെടുക്കാമെന്ന് പറഞ്ഞു, അത് പറഞ്ഞു പോരുന്നേ ഇല്ല. ഞാൻ ആ ഭയങ്കര വേദനയാണ്, കാലും കൊണ്ട് നടക്കാൻ പറ്റാത്തൊക്കെ അവസ്ഥയായിരുന്നു. എന്നും വന്ന് കരച്ചിലും ഒക്കെ ആയിരുന്നു. ഞാനോർത്ത് ഷുഗറുള്ള കാരണം അമ്മയ്ക്ക് ഷുഗർ ലോ ആണ്, ഷുഗറും ബി പി ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മ അറിയാതെ അമ്മ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് കരഞ്ഞിട്ടാണ് കിടക്കുന്നത്. വേദനയാന്ന് പറഞ്ഞ് കരഞ്ഞിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് ഞാൻ അമ്മ ഉറങ്ങിയ സമയത്ത് ഞാൻ അമ്മയുടെ കാലിൽ ആ തൈലം തേച്ചു. ആ വിരലിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ നഖത്തിൻ്റെ ഇടയ്ക്ക് തൈലം തേച്ച് കൊടുത്തു.
പിറ്റേ ദിവസം മുതൽ ആ വേദനയില്ല. അമ്മ സുഖമായിട്ട് ഓടി നടക്കാൻ തുടങ്ങി. ഇത്രയും അനുഗ്രഹം നൽകിയ യേശുവിനോടും മാതാവിനോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ കുടുംബവും നന്ദി പറയുന്നു. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനം. ആതിര ബിജു എന്ന മകൾ തൻ്റെ ജീവിതത്തിലെ നിർണായകമായ സംഭവങ്ങളെക്കുറിച്ച് ഉടമ്പടി എടുത്തപ്പോൾ എടുത്തത് എങ്ങനെയാണെന്നും അതുപോലെ ഉടമ്പടി എടുത്തത് മൂലം ആ മകൾ പരീക്ഷയിൽ വീണ്ടും ഒരു പ്രാവശ്യം ഉടമ്പടി എടുത്തിട്ടും ഫെയിലാകുന്നു. അപ്പോഴാണ് ആ മകൾ ഒന്ന് തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് ചിന്തിക്കുന്നത്, ഞാൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു റീതിങ്കിങ്ങിന് കാരണമായി പിന്നീട് കൃപാസന പത്രം, അതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്. കൃപാസന പത്രത്തിലൂടെ അത് വായിച്ച് അഭിഷേകം കിട്ടുന്നവർ, രോഗസൗഖ്യം കിട്ടുന്നവർ, അത് പല രീതികളിൽ സാക്ഷ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കൃപാസന പത്രം ഈ മകൾ അത് തൻ്റെ റിസ്ക് എടുത്തിട്ട് തന്നെ അത് വിതരണം ചെയ്യുന്നു. വിശ്വാസമില്ലാതിരുന്ന അച്ഛനും കൂടി പോയാണ് ആ പത്രം വിതരണം നടത്തുക. അപ്പോൾ പത്രവിതരണം നടത്തുമ്പോൾ അത് എപ്പോഴും ഒരു നല്ല സ്വീകാര്യത കിട്ടണമെന്നില്ല. ഇവിടെ ആതിരയ്ക്കും അതുതന്നെ അനുഭവപ്പെട്ടു. പത്രവിതരണം നടത്തിയപ്പോൾ ഒത്തിരിയേറെ നല്ലതല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നപ്പോൾ ഈ മകളുടെ ഉള്ളിലിരുന്ന്, അതായത് അതിനോടൊന്നും നമ്മളൊന്നും പ്രതികരിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത വരികയും അങ്ങനെ ആ പത്രവിതരണം നടത്തി പിന്നീട് ഓരോരോ ഘട്ടങ്ങളിലായി ഈ മകളുടെ പല വിധത്തിലുള്ള സ്വഭാവ രീതികൾക്ക് മാറ്റം വരുന്നു. ഡിപ്രഷനിലായിരുന്ന് ആരോടും തന്നെ ഒരു ബന്ധപ്പെടാൻ ഇഷ്ടമില്ലാതിരുന്ന മകൾ പിന്നീട് ഉണർന്നു വരികയാണ്. പരിശുദ്ധ അമ്മ കരം പിടിച്ചുയർത്തുകയാണ്. പിന്നീട് എക്സാമിൽ നല്ല റിസൾട്ട് കൊടുക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യങ്ങൾ കുടുംബത്തിലേക്ക് അമ്മ വർഷിക്കുകയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിലൂടെയും അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ യോഗ്യതകളല്ല ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് എല്ലാം നേടിത്തരിക എന്നുള്ള ഒരു ചിന്ത, ആ ചിന്തയിൽ ഉറച്ചതാണ് പല സാക്ഷ്യങ്ങളും നാം ഇവിടെ കേൾക്കുക. അങ്ങനെ തനിക്ക് തടസ്സമായി നിന്ന തൻ്റെ പരീക്ഷയുടെ വിജയം അത് ഈ മകൾ നേടിയെടുത്തു. ഉടമ്പടിയിൽ വിശ്വസ്തയായിരിക്കുന്നതിലൂടെ ഇന്ന് ജ്ഞാനസ്നാനത്തിലൂടെ അല്ലാതെ ഈശോയെ സ്നേഹിക്കുന്ന ഈ മകൾ, ആ മകൾ പറയുകയാണ്, ഇന്ന് എനിക്ക് ജപമാല പ്രാർത്ഥിക്കാൻ അറിയാം, ഒത്തിരിയേറെ ജപമാലകൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ കൂടെ ആരോ ഉണ്ട്, എനിക്ക് സംരക്ഷണ കവചമായിട്ട് ഒരാൾ എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള ഒരു ചിന്ത എന്നെ മുമ്പോട്ട് നയിക്കുന്നുണ്ട് എന്ന്. അത് പരിശുദ്ധ അമ്മയല്ലാതെ ഈശോയുടെ സാന്നിധ്യമല്ലാതെ മറ്റൊന്നുമല്ല. ഉടമ്പടി എടുക്കുന്ന ഓരോ കുഞ്ഞിനും ലഭിക്കുന്നതാണ് അമ്മയുടെ സാന്നിധ്യം. ഈ മകളെയും കുടുംബത്തെയും ഒത്തിരിയേറെ അനുഗ്രഹിച്ച ദൈവപിതാവിന് നമുക്ക് നന്ദി പറയാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയെ സ്തുതിക്കാം. യേശുവേ, ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷെർലി രാജനാണ്. ഞാൻ ട്രിവാൻഡ്രം കൊടുങ്ങാനൂരിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വരുന്നത് ഒത്തിരി ദൈവം എങ്ങനെ ഞങ്ങളിവിടെ എത്തിച്ചെന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയില്ല. കാരണം പല പ്രാവശ്യം ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെങ്കിലും ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കും, കൊണ്ടുവന്ന് അവിടെ മേശപ്പുറത്ത് വയ്ക്കും. പിന്നീട് ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് പറയും, നമുക്കിത് ഒന്ന് നോക്കണം, നമ്മുടെ കയ്യിലിത് പല പ്രാവശ്യം കിട്ടിയല്ലോ എന്ന് പറയും. പക്ഷേ അതിനൊരു ശ്രദ്ധ കൊടുത്തില്ലായിരുന്നു. 2020 ജനുവരി ആയപ്പോൾ എൻ്റെ മൂത്ത മകൻ സെമിനാരിയിലാണ്, 9ാം വർഷം വൈദിക വിദ്യാർത്ഥിയാണ്. അപ്പം ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത, എന്തോ മോൻ എന്തൊക്കെയോ ബുദ്ധിമുട്ട്, വിഷമം, ഇങ്ങനെയൊക്കെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തോ കൊച്ചിനെന്തോ ആപത്ത് പോലെയാണ്,
അവൻ നല്ല പഠിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ്റെ ഇഷ്ടത്തോടു കൂടി പോയതാണ്. ഓരോ പ്രാവശ്യം അവൻ ലീവിന് വരുമ്പോഴും സാധാരണ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിൽക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ഇവൻ കൂടുതലും അവിടെ ഇടവക പള്ളിയിലായിരിക്കും. അവന് രാത്രിയായിരിക്കും ജസ്റ്റ് ചിലപ്പം വരുന്നത്. അത്ര ആഗ്രഹവും താല്പര്യവുമായിട്ട് നിൽക്കുന്നൊരു കുഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്തോ ഒരു ആപത്ത് ഞാൻ ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജനുവരി ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം 2020 ആദ്യം ഈ പത്രം എടുത്ത് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോഴതിലൊരു ഉടമ്പടിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നു. മോൻ വിളിച്ചിട്ട് പറയുന്നു, മമ്മി ഇവിടെ ഒത്തിരി ശരിക്കും ഭയങ്കര സങ്കടമാണ്, എന്താണെന്ന് അറിയില്ല, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ സങ്കടം. അവർ കരയുന്നു. ഇത്രയും വർഷമായി 9ാമത്തെ വർഷമാണ്, അവൻ ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഒന്നുമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം, നമുക്കിതാ ഇപ്പോഴ് ഇങ്ങനെ കൃപാസനം മാതാവ് ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ് നമുക്കൊരു ഇത് കിട്ടി. ഞങ്ങൾ മാതാവിനെ ഒത്തിരി അല്ലെങ്കിലും അവനറിയാം ഞങ്ങൾ മാതാവിനെ നെഞ്ചോട് ചേർത്ത് ഞങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. ജോമാല ചൊല്ലി മാതാവ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇത് തന്നെ കിട്ടിയപ്പോഴത്തേക്കും ഇവിടെ മാതാവിൻ്റെ ഒരു കിട്ടിയോ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, മോൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് കുറച്ച് വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് ശക്തിപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് വായിച്ചപ്പോഴത്തേക്കാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി. ഞങ്ങളിവിടെ വിളിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ അടുത്ത ദിവസം തന്നെ വാ. കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവർക്കും സീരിയസ് ആണെന്ന് മനസ്സിലായി. ഉടനെ വാ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബുധനാഴ്ച ജനുവരി 5, 2020 ഞങ്ങളിവിടെ വന്ന് രണ്ടുപേരും കൂടെ ഒന്നും അറിയത്തില്ല, ഇവിടെ സ്ഥലവും ഒന്നും അറിയത്തില്ല. ഞങ്ങളിങ്ങനെ നോക്കി വന്നു. ഇവിടെ എത്തി. വന്നപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ദിവ്യബലിയാണ്. അതിൽ കണ്ണുനീരോടുകൂടി കുഞ്ഞ് പറഞ്ഞതെല്ലാം സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടി എടുത്തു. അതിൽ ആദ്യത്തെ നിയോഗം മോന് വേണ്ടിയിട്ടായിരുന്നു. അവന് വിശുദ്ധനായൊരു വൈദികനാവണം, അതാണ് അവൻ്റെ ആഗ്രഹം. അത് മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു. കാരണം കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയും ഈശോയും അവിടെ ചെന്നപ്പോൾ ആ കുടുംബം ലജ്ജിച്ചു പോകാൻ അമ്മ അവിടെ അനുവദിച്ചില്ല. തിരുക്കുമാരനോട് അവിടെ പറഞ്ഞപ്പോൾ അവിടെ വലിയ അത്ഭുതം നടന്നു. അതെനിക്ക് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ മോൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, മോനെ പേടിക്കണ്ട, കാനായിലെ ആ സംഭവം ഞാൻ പറഞ്ഞു അവനോട്, നീ ധൈര്യമായിട്ടിരിക്കുക, പരിശുദ്ധ അമ്മ മാതാവ് ഇടപെടും, അവിടെ വരും, സഞ്ചാരി മാതാവ്. ഇതെല്ലാം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സഞ്ചാരി മാതാവാണ് അമ്മ. നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എലീശമ്മയുടെ അടുത്ത് അമ്മ പോകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ പ്രാധാന്യം എല്ലാം മനസ്സിലാകുന്നതും ഇങ്ങനെ. അപ്പോൾ ഞാനെല്ലാം മോനോട് പറഞ്ഞ് ശക്തിപ്പെടുത്തും. അവൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കും. ദൂരത്താണ്. അപ്പം ഞങ്ങൾ വേദനിക്കുന്ന അനുഭവം രാത്രിയിലൊക്കെ ഞങ്ങൾക്ക് ഉറക്കമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണർന്നിരുന്ന് ഇങ്ങനെ ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആരാധനയെക്കുറിച്ചും ഈ സാക്ഷ്യങ്ങൾ, അച്ഛൻ്റെ പ്രസംഗം യൂട്യൂബിലെടുത്ത് ഞങ്ങൾ കേൾക്കാൻ തുടങ്ങി. രാത്രി ഉറങ്ങണമെങ്കിൽ ഇത് കേൾക്കണം എനിക്ക്, അല്ലെ എപ്പോഴോ ഞാൻ ഉറങ്ങും. അത്ര ഞങ്ങൾ വേദനിച്ച് എന്ന് വെച്ചാൽ അവൻ നന്നായിട്ട് പഠിക്കും, യൂണിവേഴ്സിറ്റി 1ാം റാങ്ക് ആയിരുന്നു, അവിടെ ആയാലും എല്ലാ പരീക്ഷയ്ക്കും എല്ലാം. അപ്പം സ്പിരിച്വൽ ഫാദർ എല്ലാം പറയും, നല്ല കുഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ച എന്താ, ഇങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ധൈര്യം, കാരണം ഒരു ദിവസത്തെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട്, ആരും ഒന്നും കണ്ട് പേടിച്ചു പോകാതെ. കാരണം അതിൽ പറഞ്ഞ അനുഭവം ഇതായിരുന്നു. ഞങ്ങൾ രാത്രി പുറത്ത് മഞ്ഞത്ത് വന്നിരുന്നത് യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ അന്നേരം അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ ഒരു ചേച്ചി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കാണുന്നത് അവിടെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നു. അപ്പം പുള്ളി കരഞ്ഞു വിളിച്ചുകൊണ്ട്, ഞാൻ ഇത് ഉടമ്പടി എടുത്തല്ലോ, പിന്നെ ഇതെന്താ സംഭവിച്ചത്? അപ്പോൾ അച്ഛൻ ധൈര്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിരിക്കുക, അതൊക്കെ വെറും പരീക്ഷണങ്ങളാണ്. നമ്മൾ അതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന്. പക്ഷെ അതെനിക്ക് ഭയങ്കര ശക്തി. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് കൂടുതലൊന്നും പറയത്തില്ല, കൂടുതൽ പറയത്തില്ല, വേദനയോടെ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ അങ്ങോട്ട് പറയുകയാണ്, നോക്ക് അച്ഛൻ പറയുന്ന കേട്ടോ, അതുപോലെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പ്രാർത്ഥനയോടെ തന്നെ പോകണം, മോനൊന്നും സംഭവിക്കില്ല. പക്ഷെ ഇതിൽ പറഞ്ഞതുപോലെ ഫെബ്രുവരി 16 ആയപ്പോൾ, ജനുവരി 5 ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നു, ഫെബ്രുവരി 16 ആയപ്പോഴത്തേക്കും കുഞ്ഞ് തിരികെ വരുന്നു, 9ാമത്തെ വർഷം. അപ്പോൾ കുഞ്ഞ് ഭയങ്കരമായ കരച്ചിൽ, എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചു, എനിക്കിങ്ങനെ സംഭവിച്ചെന്താ, കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നീട് ഞങ്ങൾ കാര്യമൊക്കെ അറിയുന്നത് അവിടെ കുഞ്ഞുങ്ങൾ
എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞു, മോനെ അതല്ല, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഞങ്ങൾ മോനെ വിശുദ്ധനായൊരു വൈദികനാണോയെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. എങ്കിൽ ഞങ്ങൾ അമ്മ മാതാവിൻ്റെ മുൻപിൽ ഇപ്പോഴും ഞങ്ങൾ അവിടെ കൊണ്ടുപോയെങ്കിൽ, ജനുവരി 5-ാം തീയതി അവിടെ കൊണ്ടുപോയെങ്കിൽ പൂർണ്ണമായിട്ടും അത് സാധ്യമാകും. എനിക്ക് വിശ്വാസമുണ്ട്. നീ സമാധാനമായിട്ടിരിക്കും. ഇനി ആര് ഈ ലോകത്ത് നമ്മളെ ഏത് മനുഷ്യൻ ആര് കൈവിട്ടാലും സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ ഒത്തിരി അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഇങ്ങനെയൊക്കെ. ഞങ്ങൾ റെസ്റ്റില്ല. ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിന്നാലും ഈ അച്ഛൻ്റെ പ്രസംഗം വയ്ക്കും, ആരാധന വയ്ക്കും. ഇത് അവരുടെ സാക്ഷ്യങ്ങൾ ഇവിടെയൊക്കെ പറയുന്ന സാക്ഷ്യങ്ങൾ വയ്ക്കും. അപ്പോൾ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുത്തു. പക്ഷെ അവൻ കരയും, ഭയങ്കരമായിട്ട് കരഞ്ഞ് ഭയങ്കരമായിട്ട് അവൻ തളർന്നു. ഒരു മരണ വീട് പോലത്തെ ഒരവസ്ഥ. ഇളയാൾ +1 അന്ന് പഠിക്കുകയാണ്. അപ്പോൾ അവൻ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ 4 പേരും നിത്യം ദിവ്യബലി മുടക്കത്തില്ല. അപ്പോൾ ഈ കുഞ്ഞ് ഇളയ ആളും ഞങ്ങളോടൊപ്പം വരികയും നിത്യം ദിവ്യബലിക്ക് പങ്കെടുത്ത് ഓർഗൻ വായിച്ച് പാടിയിരിക്കുന്ന കുഞ്ഞ് ഞങ്ങളടുത്ത് പറയണം, ഒരു തെറ്റും ചേട്ടൻ ഇത് സംഭവിച്ചെങ്കിൽ പിന്നെ എന്തോന്ന്, ഞാൻ ഇനി പള്ളിയിൽ വരുന്നില്ല ഇങ്ങനെ. അപ്പം ഞാൻ നോക്കിയപ്പം ദൈവമേ, ഇതെന്തോന്ന് പരീക്ഷണം. ഇത് 2 മക്കളുടെയും വിശ്വാസത്തെ ഭയങ്കരമായിട്ട് പിടിച്ചുലയ്ക്കുന്നൊരു പരീക്ഷണമാണ്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, ഞങ്ങൾ അവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ മോനെ ഈ വർഷം തന്നെ ഇവിടെ വന്നതുപോലെ തന്നെ ഈ വർഷം തന്നെ നീ വീണ്ടും തിരിച്ച് സെമിനാരിയിലേക്ക് പോകും, നിൻ്റെ ആഗ്രഹം തന്നെ നടക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ആണോ, തുടർന്ന് ലോക്ക്ഡൗൺ. ഞങ്ങളുടെ വീട് മരണാവസ്ഥ. ഞങ്ങളാകെ വേദനിച്ചിങ്ങനെ ദുഃഖം. പക്ഷെ ഒരു ചലനവും വരുന്നില്ല, ഒരു മുന്നോട്ടൊരിതും വരുന്നില്ല. പക്ഷെ എന്നിട്ടും ഞങ്ങൾ തളർന്നില്ല. ഞങ്ങൾ യൂട്യൂബിലൂടെ ഇതിങ്ങനെ നിരന്തരം, ഇവിടെ വരാൻ പറ്റുന്നില്ല എങ്കിലും ഞങ്ങൾ ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് ഇതെല്ലാം ഞങ്ങൾ കേട്ട് ധൈര്യത്തോടു കൂടി ഞങ്ങൾ. പക്ഷെ അവൻ കരഞ്ഞ് തളർന്ന് കുഴഞ്ഞു പോകുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കും. ഞാൻ ചേട്ടനോട് പറഞ്ഞു, അങ്ങനെ സ്പിരിച്വൽ ഫാദർ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, അതാണ് ആദ്യത്തെ തുടക്കം. പറഞ്ഞു, ആ കുഞ്ഞ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അമ്മയുടെ ആ ഇടപെടൽ അന്ന് മുതലേ ഇത് ആരംഭിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് അതിന് ഞങ്ങളെടുത്ത് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിരിക്കും, ഞാൻ വരുന്നുണ്ട്, നമുക്ക് 1-2 പേരെ കാണണം, അവനെ മറ്റ് കാര്യങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നോക്കിയേ ഇത്. അപ്പോൾ എന്നിട്ടും അവൻ പറഞ്ഞു, ഇല്ല മമ്മി, നോക്കിയേ എനിക്ക് എഴുതിയിരിക്കുന്ന റിപ്പോർട്ട്, അത് എനിക്കിങ്ങനെ ഒരു റിപ്പോർട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, അത് ഈ ലോകത്തിൽ ഉള്ളവരെഴുതിയതല്ലേ, മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുൻപിലുണ്ട്, നീ സമാധാനമായിരിക്കും. ഞങ്ങൾ ഉടമ്പടി എടുത്ത് എന്തോതിനാ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ നിരന്തരം വിളിക്കും, സമാധാനമില്ല. ഇവിടെ വിളിക്കുമ്പോൾ ഇവിടെ എന്നോട് പറയും, ഒത്തിരി പ്രാർത്ഥനകൾ തന്നു. ആ പ്രാർത്ഥനകളൊക്കെ എനിക്കുണ്ട്, ഇപ്പോൾ എല്ലാം മനഃപ്പാഠമാണ്. അപ്പോൾ ഒത്തിരി വചനങ്ങൾ തന്നു. ഇതെല്ലാം വചനമൊക്കെ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും. സമ്പൂർണ്ണ ജപമാലയായിട്ടല്ല, ഞങ്ങൾ വചന ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം അച്ഛൻ എന്നിട്ട് പറയും, ഒരു വ്യത്യാസവും ഇല്ലല്ലോ, ഇതൊന്നും അങ്ങോട്ട് മുന്നോട്ട് ഇതാവുന്നില്ല. അപ്പോൾ ഒരു ദിവസം അച്ഛൻ വീണ്ടും പ്രസംഗത്തിൽ പറയണം, ഒന്നും നടക്കുന്നില്ല, നമ്മൾ നിരാശപ്പെട്ട് വേദനയിൽ ദുഃഖത്തിലിരിക്കുമ്പോഴത്തേക്കും ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, വാതിലടയ്ക്കൂ, പ്രാർത്ഥിക്കൂ. എന്നിട്ട് അച്ഛൻ്റെ അനുഭവവും കൂടി അതിൽ പറയുകയാണ്. ഞങ്ങൾ ശരിക്കും അത് നന്നായിട്ട് ഞങ്ങൾക്ക് എഫക്റ്റ് ചെയ്തു. ഞങ്ങളത് വീണ്ടും ഇട്ട് കേൾക്കാൻ തുടങ്ങി. പക്ഷെ കൊച്ചതൊന്നും കേൾക്കാൻ തയ്യാറല്ല. കാരണം എനിക്കിത് സംഭവിച്ചു. കണ്ണുനീരിങ്ങനെ രാത്രിയിലും പകലിലും ഉറക്കമില്ല. വന്ന് ഈശോ തിരുഹൃദയം, ഞങ്ങളൊരു അൾത്താര പോലെ തിരുഹൃദയം വെച്ചിട്ടുണ്ട്, അവിടെ വന്ന് ആ ഒരു ഇരിപ്പിരിക്കും. കഴിപ്പില്ല കുടിപ്പില്ല, ഞങ്ങളാരും ഇതിൽ നോക്കി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അച്ഛൻ ഈ പറഞ്ഞ അച്ഛൻ്റെ അനുഭവം കൂടെ ഇതിൽ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ദൈവം പിന്നെ നമ്മളൊക്കെ ഒന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കണം, അതാണ് ഇതിൽ നമുക്ക് കിട്ടുന്ന സന്ദേശം. വീണ്ടും ഇട്ട് കേട്ടു ആ പ്രസംഗം. കേട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് തന്ന വചനങ്ങൾ, ഇവിടുന്ന് പറഞ്ഞു തന്ന വചനങ്ങൾ ഒത്തിരി ഭയങ്കര ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഒത്തിരി വചനങ്ങൾ. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടണം, അവർ എൻ്റെ മേൽ വിജയം വരികയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും, അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. ഇങ്ങനെ വചനം പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ജപമാല, സമ്പൂർണ്ണ ജപമാല ചൊല്ലും. ഇവിടുന്ന് പറയുന്ന പ്രാർത്ഥനകൾ 33 ഞങ്ങൾ ഒരിക്കലും റെസ്റ്റില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനപ്പുറം അതിനോടൊപ്പം ഇവിടുത്തെ പ്രസംഗവും സാക്ഷ്യങ്ങളും ഇട്ട് കേൾക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് അച്ഛൻ വന്നു. ഒരിടത്ത് ഭയങ്കര അത്ഭുതം, എല്ലാം ശരിയായെന്ന് പറഞ്ഞു. ഇവനെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെല്ലാവരും ഒരുങ്ങുന്നു, എല്ലാം ചെയ്യുന്നു. ആ സമയത്ത് ഞങ്ങൾ പകുതി ദൂരം വരുമ്പോഴത്തേക്കാണ് പറയുന്നത്, വീണ്ടും പിതാവിൻ്റെ ലെറ്റർ വേണം, ഇല്ലാതെ പറ്റത്തില്ല എന്ന്.
അപ്പോൾ അതൊരു വലിയൊരു പരീക്ഷ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുങ്ങി വരികയാണ്. അപ്പോൾ ഇവൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇതെങ്ങനെയാണ് സംഭവം. ഞാൻ പറഞ്ഞില്ല മോനെ, നമ്മൾ കൃപാസന അമ്മയുടെ മുൻപിലാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ നിയോഗം ഇതാണ്, ഇതൊന്നുമില്ല, നീ ഇതൊന്നും കൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇതെല്ലാം മാറിപ്പോകുമെന്ന്. ഞങ്ങൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ചു പോയി, അച്ഛനങ്ങ് പോവുകയും ചെയ്തു. ഞങ്ങൾ വീണ്ടും പ്രെയറാണ്, പ്രാർത്ഥനയോടെ ഞങ്ങൾ രാത്രി ഉറക്കമില്ലാതെ ഞങ്ങൾ ഇവിടുത്തെ സാക്ഷ്യം കേൾക്കും, പ്രാർത്ഥിക്കും, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അച്ഛൻ വീണ്ടും പ്രസംഗത്തിൽ ഞങ്ങൾ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ നമുക്കിപ്പോൾ നടക്കുന്നില്ല, ഇതൊന്നും നടക്കുന്നില്ല, നമ്മൾ ഉടമ്പടി എടുത്ത് നിരാശപ്പെടണം, ഇങ്ങനെ ഇരിക്കുന്നു. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് വീണ്ടും പറയുന്നു. അപ്പം ഞങ്ങൾ ഓരോരോ പ്രാർത്ഥനകൾ രാത്രിയുടെ യാമങ്ങളിലൊക്കെ വെളുപ്പാൻ രാവിലെ 3 മണിക്ക് എഴുന്നേക്കും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥന അങ്ങ് തുടങ്ങി. 3 മണിക്കൊക്കെ വെളുപ്പാൻ രാവിലെ എഴുച്ച് പ്രാർത്ഥിക്കും. 5:30 ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രെയർ ചൊല്ലും. രാത്രി ആയാൽ ഇങ്ങനെ വചനം വായന, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇതിനോടൊപ്പം ചേർന്ന് നിന്നു. പിന്നെ മാത്രമല്ല, ഇവൻ തളർന്നു പോയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് വെഞ്ചരിച്ച് തന്ന തേന്, ഉപ്പ്, ഉടമ്പടി തൈലം, ഇതെല്ലാം ഞാൻ ഇവൻ അറിഞ്ഞുകൊണ്ട് ഒന്നും കഴിക്കാൻ, അത്രയ്ക്ക് അവന് എന്തോ ഒരു വിഷമവും എന്തൊക്കെയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലെല്ലാം ഒഴിച്ച് കൊടുക്കും, ഉള്ളിൽ കൊടുക്കും. അങ്ങനെ കുഞ്ഞിനെ ശക്തീകരിച്ച് ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക. അവന് പ്രാർത്ഥിക്കാൻ കഴിയില്ല, പക്ഷേ അച്ഛൻ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറയും, നമുക്ക് പ്രാർത്ഥിക്കാം, അവനെ താങ്ങിക്കൊള്ളും കർത്താവ്, പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ജൂലൈ ഭയങ്കരമായ അത്ഭുതം. ഞങ്ങൾ എന്ത് ചെയ്തു, അന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയെങ്കിലും അവിടെ ചെന്ന ഉടനെ ഞങ്ങൾക്ക് തോന്നി കൃപാസനത്തിൽ ഇവിടെ വരണം. പക്ഷേ ലോക്ക്ഡൗൺ ആണ്, നമുക്ക് വരാൻ പറ്റത്തില്ല. മോൻ പറഞ്ഞ് വരാൻ പറ്റത്തില്ല, ഇല്ലടം ബ്ലോക്ക് ചെയ്യും, നമ്മുടെ കാർ വിടത്തില്ല. ഞാൻ പറഞ്ഞില്ല മോനെ. പക്ഷേ അവൻ വന്നില്ല, ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഈ പലയിടത്തും ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒട്ടും കയറ്റത്തില്ല, ഇങ്ങോട്ടൊന്നും സെക്യൂരിറ്റി അനുവദിക്കത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് മാതാവിൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ആശ്വാസമായി. അവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളിവിടെ അൾത്താരയിൽ നോക്കി ഞങ്ങളെല്ലാം അവനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ആ നിയോഗം അങ്ങ് സമർപ്പിച്ചു. ധൈര്യമായിട്ട് ഇങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, അച്ഛനെ ഒന്ന് കാണാവോ? കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാഹചര്യം അതാണ്, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞങ്ങൾ എവിടെ പോയി, ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ളതാണ്. ഞങ്ങൾ ഇവിടെ ചോദിച്ചു, അച്ഛൻ്റെ ഇടവ പള്ളി എവിടെയാണ്? അവിടെ ഞങ്ങൾ അന്വേഷിച്ച് പോയി, വഴി ചോദിച്ച് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു. നിരാശപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ അച്ഛനെ കണ്ടില്ല എന്നല്ലേ ഉള്ളൂ, നമുക്ക് മാതാവ് കൂടെയുണ്ട്, നമുക്ക് സന്തോഷമായിട്ട് തിരികെ പോവാം, അവൻ്റെ കാര്യം എല്ലാം ശരിയാവും. ഇവിടെ വന്ന് 6:30 മണിക്ക് ഞങ്ങൾ തിരികെത്തിച്ച് വൈകിട്ടത്തെ പ്രാർത്ഥനയും ചൊല്ലി ഞങ്ങൾ കാറിൽ കയറി. തിരിച്ച് ആലപ്പുഴ വിട്ടില്ല, ഞങ്ങൾ ജപമാല ചൊല്ലി തുടങ്ങി. ഇവിടെ നിന്ന് കയറിയപ്പോഴേ ആലപ്പുഴ വിട്ടില്ല. അതിന് മുൻപേ ഫോൺ കോൾ, അന്ന് രാവിലെ പറ്റത്തില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് വിളി വരുന്നു, മോനെ കൊണ്ടു ചെല്ലാനായിട്ട്, ലെറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, കൊണ്ടു ചെല്ലാനായിട്ട്. അമ്മയുടെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ അമ്മയും ഈശോയും ആ വാഹനത്തിലുള്ളത്. അപ്പം ഞാൻ ആ കുഞ്ഞിനൊരു ഭക്ഷണം പോലും വയ്ക്കാതെ ഞങ്ങളിഞ്ഞ് പോകുന്നത്, അവൻ്റെ വേദന ഒന്നും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ അമ്മ മാതാവൻ തിരുക്കുമാരൻ ഈ ഞങ്ങളുടെ വാഹനത്തിലുണ്ട്, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ജോമാല വീണ്ടും തുടങ്ങാൻ പോയപ്പോഴത്തേക്കും വിളിച്ചു പറയുന്നു, 2 പിതാക്കന്മാരും മോന് ലെറ്റർ തരാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം എത്ര വലിയ അത്ഭുതം. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ പിന്നെ ഞങ്ങൾ ഇറങ്ങി കാപ്പി കുടിച്ചു. ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ ചെന്നപ്പോൾ അവൻ കുഴഞ്ഞ് കിടക്കുകയാണ്, ആ സെറ്റിൽ തന്നെ കിടക്കുകയാണ്. ചെന്ന് കയറി ഉടനെ ചോദിച്ചു, അച്ഛനെ കണ്ടോയെന്ന് ചോദിച്ചു. ഒരു ചിരിയോടുകൂടി ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, മോനെ അച്ഛനെ കണ്ടില്ല, പക്ഷെ ഞങ്ങൾ മാതാവിനെ കണ്ടു, അമ്മ മാതാവും തിരുക്കുമാരനെ നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്, നിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയോ. അതെന്താണ്? അത് ഇന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ആലപ്പുഴ വിട്ടില്ല, അതിന് മുൻപേ തന്നെ ഞങ്ങൾക്ക് കോൾ വന്നു, മോനെ കൊണ്ട് ചെല്ലാനായിട്ട് എന്ന് പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് ഞങ്ങളുടെ അനുഭവങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായതും അമ്മയുടെ ആ സാന്നിധ്യം എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജൂലൈ 12-ാം തീയതി അവനെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ഇത് ഞങ്ങൾ വിളിച്ചറിയിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. മാത്രമല്ല, ഇടവപള്ളിയിലെ അച്ഛൻ അന്ന് മുതൽ അവനെ ഭയങ്കര താങ്ങായിട്ട് എല്ലാവരും, അവൻ്റെ മൈനസമര ഡയറക്ടർ, വൈസ് ചാൻസലർ, എല്ലാവരും അവന് താങ്ങായിരുന്നു. എല്ലാ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെയും സാന്നിധ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇതിനെല്ലാം ഉപരി ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇവിടെ ലോക്ക്ഡൗൺ ആയിരുന്നെങ്കിലും ഇവിടെ ജീവനുള്ള ആരാധന, അച്ഛൻ്റെ
ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ ഓരോ പ്രസംഗവും ഞങ്ങളെ ഇങ്ങനെയുള്ള, അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് അനുഭവം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒത്തിരി പേർക്കത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ശക്തിപ്പെടുത്തി ഞങ്ങളെ. ഇല്ലെങ്കിൽ മരണ വീടായിരുന്നു ഞങ്ങളുടെ. കാരണം മൂത്ത മകനാണ്, 9 വർഷമായി. അവൻ ഇത്രയും ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചു. പക്ഷേ അവൻ തുടർന്ന് തന്നെ അവന് ഫിലോസഫി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അവന് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് ഇപ്പം പുറത്തോട്ട് വിടണമെന്നുള്ള ആഗ്രഹവും അവർക്കുണ്ട്. ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നു. ഞങ്ങൾക്കറിയില്ല അമ്മ മാതാവും തിരുക്കുമാരനും എപ്രകാരമാണ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് സഞ്ചാരി അമ്മ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ജപമാല ചൊല്ലാൻ ഞങ്ങൾ അവിടെ വന്ന് ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തുമ്പോൾ ആ സെറ്റിയിൽ അമ്മ വരും, അവിടെ വന്നിരിക്കും. മാത്രമല്ല ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇവൻ എത്ര തളർന്നിരുന്നാലും അവൻ ശക്തമായിട്ട് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം അവിടെ വന്നിരിക്കും. അവൻ്റെ മുറിയിൽ അമ്മയുടെ സാന്നിധ്യം, ഇളയ മോൻ്റെ മുറിയിൽ ആ സാന്നിധ്യം ഭയങ്കരമായ അത്ഭുതം. അമ്മ മാതാവും തിരുക്കുമാരനും വന്ന് ഞങ്ങൾ ഈ കൊണ്ടുപോകുന്ന ദിവസം ഇവിടെ വന്ന് ഞങ്ങൾ മാതാവിൻ്റെ മുൻപിൽ തിരികത്തിച്ചു. ഞാൻ ശ്രദ്ധിക്കണം, ഇവരുടെയൊക്കെ വിശ്വാസമാണല്ലോ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്. കുഞ്ഞ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ നന്ദി അർപ്പിച്ചു, തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇവിടുന്ന് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഇതാരാ ഇത് തന്നതെന്ന് മോന് വിശ്വാസമുണ്ട്? അമ്മ മാതാവും തിരുക്കുമാരനുമാണെന്ന് അവനെ ഏറ്റു പറഞ്ഞു. അങ്ങനെ പോയി. അവൻ ഇപ്പം അവിടെ സെമിനാരിയിലാണ്. അത് 1ാമത്തെ നിയോഗമായിരുന്നു. 2ാമത്തെ നിയോഗം വലിയൊരു പരീക്ഷണമാണ്. കാരണം ഇതിനോടൊപ്പം ഇളയമാൻ്റെ വിശ്വാസമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. പിന്നെ പള്ളിയിൽ വരത്തില്ല, വല്ലാത്തൊരിത്. മാത്രമല്ല ഭയങ്കര മുൻകോപം, ഒന്നും അനുസരിക്കില്ല, ഭയങ്കര പ്രശ്നം. പപ്പയോ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എതിർത്തൊക്കെ സംസാരിക്കുമ്പോൾ പപ്പയ്ക്കും ദേഷ്യം വരും. 2 പേരും കൂടി ആകെ പ്രശ്നം. ഒരു രീതിയിലും രക്ഷയില്ല. ഭയങ്കര വേദനയായി. പഠിക്കത്തില്ല. നല്ല 1ാം റാങ്ക് വാങ്ങി പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പിന്നെ പഠിക്കുന്നത് ഇഷ്ടമില്ല. എൻ്റെ അടുത്ത് പറയും, എനിക്കിനി പഠിക്കാനൊന്നും എനിക്കിഷ്ടമില്ല, എനിക്കിങ്ങനെ ഒരു വണ്ടി വേണം, എനിക്കിങ്ങനെ കറങ്ങി നടക്കണം, ഇങ്ങനെ ഭയങ്കരമായ ഇതെങ്ങനെയുള്ള. അപ്പോൾ ഞങ്ങൾ ശരിക്കും വേദനയിലായിരുന്നു. മാത്രമല്ല 2 പേരും കൂടെ അങ്ങനെ പ്രശ്നമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര വല്ലാത്ത വിഷമം. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നം. പക്ഷെ ഞാൻ ഇതുപോലെ തന്നെ പ്രസംഗം എല്ലാം കേട്ടു, എല്ലാം ഇവിടുത്തെ ഇത് വെച്ച് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ, ഭയങ്കര അത്ഭുതം. ഇപ്പോൾ 2 പേര് സമാധാനപ്പെടും. ആരെങ്കിലും ഒരാളങ്ങ് ശാന്തരാകും. ഞാൻ ഈ പ്രാർത്ഥിച്ച ഇന്നും ഞാൻ ഈ പ്രാർത്ഥിച്ച തേന്, ഉപ്പ്, ഇതെല്ലാം ഞാൻ അവന് ഉള്ളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കരമായ അത്ഭുതമാണ്. ശാന്തനായി. വളരെ വ്യത്യാസമുണ്ട്. മാത്രമല്ല പറഞ്ഞു, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പറഞ്ഞു, ഞാൻ +2 കഴിഞ്ഞ ഉടനെ IELTS എഴുതാം, പുറത്തേക്ക് പോകാം, പിന്നെ പഠിക്കാം എന്നൊക്കെയുള്ള ഇത് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വെഞ്ചരിച്ച സാധനങ്ങളും മാത്രമല്ല അച്ഛൻ്റെ പ്രസംഗം, ഇവിടുത്തെ ആരാധന, ഇതെല്ലാമാണ്. വലിയൊരു അത്ഭുതമാണ് അത് നടന്നത്. അതെല്ലാം പൂർത്തീകരിച്ച് അമ്മ മാതാവ് നടത്തിത്തരുമെന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുപോലെ 3ാമതായിട്ട് കുടുംബ സമാധാനം തന്നെയാണ് നിയോഗത്തിൽ വെച്ചിരുന്നത്. വളരെയധികം വ്യത്യാസമുണ്ട്. നന്നായി ശരിക്കും സമാധാനമുണ്ട്. ഇപ്പോഴും ഒത്തിരി അമ്മ മാതാവിൻ്റെ ഇടപെടൽ, തിരുക്കുമാരൻ അവിടെ ഉണ്ട്, ഞങ്ങൾക്ക് സമാധാനമുണ്ട്. അത് 3ാമത്തെ നിയോഗം. പിന്നെ വെച്ചിരിക്കുന്ന നിയോഗം, എൻ്റെ ഹസ്ബൻഡിന് 25 വർഷമായി ശ്വാസം മുട്ടലുണ്ട്. അത് ഞാൻ ഇനി ഉടനെ പെട്ടെന്ന് എനിക്കത് സാധിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് പിന്നെ അതിനപ്പുറമായിട്ട് ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യം എന്ന് പറയുന്നത്, ഇവിടെ അച്ഛൻ ആരാധന നടത്തുമ്പോൾ ഞങ്ങൾ വീട്ടിലാണ്, ട്രിവാൻഡ്രത്ത് വീട്ടിലിരിക്കുമ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ്, തടസ്സപ്പെട്ടിരിക്കുന്ന മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ്, മറ്റ് പ്രമാണം, മറ്റു കാര്യങ്ങളെല്ലാം ഈ നിമിഷം അത് നടക്കാൻ പോവുകയാണ്. അത് കിട്ടും, ഒരു തടസ്സവുമില്ലാതെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ നിമിഷം ഈ അൾത്താരയിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വാസമായി. കാരണം ഇവൻ എഴുതിയ ഫിലോസഫിയുടെ 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, തരത്തില്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, കർത്താവ്, അവനും ഭയങ്കര സങ്കടം. ഈ 2 വർഷം ഇനി വീണ്ടും ഒന്നേന്ന് ചെയ്യണമല്ലോ എന്ന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഈ സന്ദേശം പറയുന്നത്. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ ശരിക്കും ഉച്ചത്തിൽ ഈ പ്രസംഗം വെച്ചിട്ട്, ആരാധന വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേന്ന് തന്നെ ഞാൻ വിശ്വാസത്തോടെ ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അതുവരെ തരത്തില്ല എന്ന് പറഞ്ഞിരുന്നത് അടുത്ത ആഴ്ച തന്നെ അയച്ചു തരാം എന്ന് പറഞ്ഞു. ഭയങ്കരമായ അത്ഭുതമാണ്. എല്ലാം ഫുൾ മാർക്കോട് കൂടി തന്നെ, ഒന്നും കുറച്ചിട്ടില്ല, എല്ലാമായിട്ട് ആ മാർക്ക് ലിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി. അടുത്തതായി ഉണ്ടായ ഒരു വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഏകദേശം 2 വർഷമായി എൻ്റെ ഈ കക്ഷത്ത് ശരിക്കും വലിയ കുരുക്കൾ വന്നിട്ട് അത് പൊട്ടി ഒലിക്കുമായിരുന്നു. ഭയങ്കര വേദനയാണ്. കൈ പൊക്കാനൊന്നും പറ്റത്തില്ല, ഉടുപ്പിടാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതിന് കീറേണ്ടി വരും, ഓപ്പറേഷൻ ചെയ്യണം, കൊണ്ട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിങ്ങനെ പ്രാർത്ഥിക്കും, കൊണ്ട് നടക്കും, വീട്ടിൽ ജോലി, എല്ലാം പ്രയാസമായിരുന്നു, ഭയങ്കര പ്രയാസമായിരുന്നു.
പക്ഷേ ഒരു ദിവസം ഇതുപോലെ ഞാൻ സങ്കടത്തോടെ വന്നിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അച്ഛൻ ഒരു ഉടമ്പടി ആരാധനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ശരീരത്തിൽ ഇങ്ങനെ കുരുക്കൾ പോലെ പൊട്ടി വലിഞ്ഞു കൂടിയിട്ട് അത് പൊട്ടി ഒലിച്ച് സ്മെല്ലുണ്ട്, ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, വലിയ വിഷമത്തിലാണ് എന്ന് പറഞ്ഞു. അതേ സംഭവം. അപ്പോൾ അവിടെ കൈവച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ഈ നിമിഷം പ്രാർത്ഥിക്കുക, എന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അച്ഛൻ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ വൈകിട്ടൊക്കെ ആയപ്പോഴേ തന്നെ എനിക്ക് അതിൻ്റെ വേദന കുറയാൻ തുടങ്ങി. ഞാൻ വിശ്വാസത്തോടെ അതിനെ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വേദന കുറയാൻ തുടങ്ങി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും അത് കരിഞ്ഞു. ഒരു മരുന്നും പിന്നീട് ഉപയോഗിച്ചില്ല. ഇപ്പോഴും ഒരു കുഴപ്പവുമില്ല, പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. എൻ്റെ ദൈവം, അമ്മ മാതാവും ഉണ്ണീശോയും ആ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ എത്രമാത്രം എന്ന് പറഞ്ഞാൽ മതിയാവില്ല. കാരണം ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇവിടുത്തെ ആരാധനയും പ്രാർത്ഥനകളും എല്ലാം ഒത്തിരി ഞങ്ങൾക്ക് ഫലം ചെയ്ത്, ഒത്തിരി ഞങ്ങളെ അനുഗ്രഹിച്ചു, കരം പിടിച്ച് നയിച്ചു. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, ആ ഒരു അവസ്ഥയായിരുന്നു. അമ്മ മാതാവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു, കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഇനി അനേകർക്ക് കാരണം സാക്ഷ്യങ്ങളും ഈ ആരാധനയൊക്കെയാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തിയത്. അതുപോലെ ഒത്തിരി എല്ലാവരും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് ഞങ്ങൾ ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. ഇവിടെ എല്ലാം ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥന സഹായം തന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇനിയും എല്ലാം നന്ദിയോടുകൂടി എപ്പോഴും ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. മോന് ഇവിടെ മാംഗ്ലൂരായിരുന്നു, ഇപ്പോൾ വീട്ടിൽ ലീവിന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത തിയോളജിക്കാണ് ഉടുപ്പിട്ട് പോകാനുള്ളത്. ഓക്കെ, പ്രിയമുള്ളവരെ, വളരെ വലിയൊരു സാക്ഷ്യമാണ്. അതായത് സെമിനാരിൽ പഠിക്കുന്ന മകൻ 9 വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഇവിടെ ഷേർലി ചെയ്തൊരു കാര്യമുണ്ട്. ഷേർലി പറഞ്ഞു, ഷേർലി കൃപാസനത്തിൽ വന്നു. ലോക്ക്ഡൗൺ ആയിട്ട് പോലും കൃപാസനം സജീവമാണ്, പരിശുദ്ധമ്മ കൂടെയുണ്ടെന്നുള്ള ശക്തിയാണ്. ഉടമ്പടിയുടെ പ്രത്യേകത തന്നെയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ പുറപ്പാട് 33:10. ദൈവം കൂടെ വരും, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് ഓൺലൈൻ ഉടമ്പടി എടുത്തവരാണെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. അതാണ് ഷേലിയുടെ ജീവിതത്തിൽ. മകൻ വന്നില്ല, പക്ഷെ മകന് വേണ്ടി ഷേലിയാണ് വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോൾ ആലപ്പുഴ ജില്ല വിടുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധമ്മ ഉത്തരം കൊടുക്കുകയാണ്. 2 അഭിബന്ധ പിതാക്കന്മാരും മകന് സെമിനാറിലേക്ക് സ്വീകരിക്കുന്ന ലെറ്റർ കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇപ്പോൾ ഷേലി ചെയ്തത് എന്താ? അത് മത്തായിയുടെ സുവിശേഷം 6:33, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, അവൻ്റെ നീതി അന്വേഷിക്കുക. എന്തെല്ലാം പ്രതിബന്ധങ്ങളുടെ നടുവിലും ഷേലി ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ്. കൃപാസനത്തിൽ നിന്ന് ഉയരുന്ന ഓരോ പ്രാർത്ഥനകൾക്കുമുള്ള ശക്തി അതാണ്. ഷെലി പറഞ്ഞു, അച്ഛൻ്റെ വചനപ്രഘോഷണങ്ങൾ ഞാൻ കൂടെ മഞ്ഞത്ത് പോലും ഇരുന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ പോലും കേട്ടുവന്നാണ്. യോഹന്നാൻ പറയുന്നത് കർത്താവിൻ്റെ വചനമാണ്, എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 7:38. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മ ശക്തിയാണ് ഉടമ്പടി ചെയ്ത ഈ മകളുടെ നിയോഗങ്ങളുടെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. 2ാമത്തെ മകനെയും സ്പർശിച്ചു, ഷേലിയുടെ അസുഖത്തെ സ്പർശിച്ചു, കുടുംബത്തിന് സമാധാനം നൽകി. ഈ ശുശ്രൂഷ ഇപ്പോൾ കണ്ട് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ, നിരവധി തവണ ദൈവത്തിരുസന്നിധിയിൽ അപേക്ഷിച്ച പ്രാർത്ഥനകൾ, ഉടമ്പടി ചെയ്തിട്ടുള്ള നിയോഗങ്ങൾ, ഉടമ്പടി പുതുക്കി ചെയ്തിട്ടുള്ള നിയോഗങ്ങൾ, ഇങ്ങനെ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ നിങ്ങൾ ഓർക്കണം. ഇത് വലിയ അഭിഷേക സാക്ഷ്യമാണ്. വിളിച്ചാൽ വെളിപ്പുറത്ത് പരിശുദ്ധമ്മ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധമ്മ ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന സാക്ഷ്യഫലകമാണ് ഷേലിയുടേത്.